തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോട്ടൽ ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം. ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് കല്ലുകൊണ്ട് ആക്രമിച്ചത്. മർദ്ദനമേറ്റ് തറയിൽ വീണ യുവതിയെയും യുവാവിനെയും അക്രമി സംഘം വീണ്ടും മർദ്ദിച്ചു. യുവതിയുടെ വയറ്റിൽ ചവിട്ടി വീഴ്ത്തി കൈയൊടിഞ്ഞു. യുവാവിന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. ആദ്യം രണ്ട് ദൃശ്യങ്ങളിലേക്ക്. ഇന്ദുലേഖ രേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇന്ദു, ഈ രണ്ട് ദൃശ്യങ്ങളിൽ നിന്നും ആക്രമണം നടന്നെന്ന് വ്യക്തമാണ്. രണ്ടിലും അക്രമിയെ കാണാം. ഒരു വെള്ളയും ഡ്രസ്സിട്ട ഒരാൾ ഒരു കല്ലെടുത്ത് അടിക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനു മുൻപ് ഒരു തർക്കമുണ്ടായി എന്നുകൂടി മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള 26 വയസ്സുകാരൻ അഭിക്കും അതുപോലെ തന്നെ ചിറയൻകീഴ് സ്വദേശിനിയായ 33 വയസ്സുകാരി ദിവ്യയ്ക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരു ഹോട്ടലിലെ ജീവനക്കാരാണ്. ഇന്ന് വൈകുന്നേരം 6:00 ദേശീയപാതയോരത്തെ അൽസാജ് ഹോട്ടലിന് മുന്നിൽ ഈ അക്രമം നടക്കുന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങിയായിരുന്ന ഇതേ ഹോട്ടലിലെ ജീവനക്കാരാണ് ഇവർ രണ്ടുപേരും. ഇവർ പോയ വഴിയിൽ എതിരെ വന്ന ഓട്ടോയ്ക്ക് സൈഡ് കൊടുത്തില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു തർക്കമുണ്ടാകുന്നത്. ആദ്യം ഒരു സംസാരമായി, പിന്നീട് അതൊരു തർക്കമായി. അങ്ങനെ ജീവനക്കാർ തിരികെ സ്ഥാപനത്തിന് മുന്നിലേക്ക് എത്തിയപ്പോൾ ഈ പ്രദേശവാസിയായിട്ടുള്ള ഷാജി എന്ന് പറയുന്ന ആള് തെറിവിളിയും അതുപോലെ തന്നെ ഭീഷണിയും ഒക്കെ ആയിട്ട് പിന്നാലെ വന്നു. ഈ ഷാജി കഴക്കൂട്ടത്തെ ഒരു കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയാണ്. ഇയാളെയാണ് നമ്മൾ ദൃശ്യത്തിൽ വെള്ളയും ഇട്ട് കാണുന്നത്. ഇത് ചോദ്യം ചെയ്ത ജീവനക്കാരെ മർദ്ദിക്കാൻ ഒരുങ്ങി ആദ്യം ഇയാള്. പലവട്ടം ഇയാള് ആക്രമണത്തിന് ഒരുങ്ങിയെങ്കിലും അഭിയെ തല്ലാൻ ശ്രമിച്ചെങ്കിലും യുവതി ഇടയിൽ കയറി ഇവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതേ ഷാജി മറ്റു ചിലരെ, പരിചയക്കാരെ ചിലരെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരെയും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ് ഇരുവരും തറയിൽ വീണ് കിടന്ന ഇവരെ വീണ്ടും മർദ്ദിക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഈ റോഡിൽ കിടന്ന ഒരു തറയോടെടുത്ത് ജീവനക്കാരനായിട്ടുള്ള അഭിയുടെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. ഇരുവർക്കും ഗുരുതരമായിട്ട് തന്നെ പരിക്കുണ്ട്. അഭിയുടെ തലയ്ക്ക് 10 സ്റ്റിച്ചുണ്ട്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവതിക്കും പരിക്കേറ്റിട്ടുണ്ട്. വയറ്റിൽ ചവിട്ടേറ്റു, അതുപോലെ തന്നെ കൈ ചവിട്ടി ഒടിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം തന്നെ ജീവനക്കാര്, ഈ ഹോട്ടലിലെ മറ്റു ജീവനക്കാർ തങ്ങളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഷാജി ഉൾപ്പെടെ 2 പേര് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ആരാരെയാണ് ഉപദ്രവിച്ചത്, എത്തരത്തിലാണ് ആളുകൾക്ക് പരിക്കേറ്റതെന്ന്. അനശ്വര. ശരി, വലിയൊരു അതിക്രമമാണ് തലസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. ഇന്ദുലേഖ രേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.